മഹാനായ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് കാന്തപുരം ഉസ്താദ് വേദിയിലേക്ക് കടന്നു വരുന്നു. ഖൂലൂ തക്ബീർ, 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 ഖൂലൂ തക്ബീർ. സഹോദരന്മാരെ, ഞാൻ ഉസ്താദ് വേദിയിലേക്ക് എത്തി പറഞ്ഞത് പൂർത്തിയാക്കി അവസാനിപ്പിക്കുന്നു. പറഞ്ഞു വന്നത് ഉസ്താദിന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ കണ്ടുകൊണ്ടാണ്. കേരളത്തിന്റെ പുറത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ കേവലം സമുദായത്തിന് സേവനം ചെയ്യുന്നു, ദീനിന് സേവനം ചെയ്യുന്നു. ഒരുപാട് ആളുകൾ നേർച്ച നടത്തുന്നു, മറ്റു ചിലർ പ്രസംഗിക്കുന്നു, മറ്റു ചിലർ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് സഖാഫികളുടേത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് 8000 യതീം കുട്ടികൾ, വാപ്പയില്ലാത്ത യതീമായ കുട്ടികൾ 8000-ഓളം ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞു. അവർ വലിയ ഉന്നതമായ സ്ഥാനത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖ് തങ്ങൾ അവറുകൾ ഈ കേരളത്തിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ നേതാവായി അറിയപ്പെട്ടിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ അവരുടെ സഹോദരന്റെ മകനാണ്. മാത്രമല്ല, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങളുടെ 3 പെൺകുട്ടികളിൽ ഒരു മകളെ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും, മറ്റൊരു മകളെ സയ്യിദ് അലി ബാഫഖ് തങ്ങളും, മറ്റൊരു മകളെ സയ്യിദ് ഉമർ ബാഫഖ് തങ്ങളും ആണ് വിവാഹം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫ് തങ്ങൾ ഇന്ന് മർക്കത്തിന്റെ വൈസ് പ്രസിഡന്റ്, സയ്യിദ് ജമലുല്ലൈഹി തങ്ങൾ പിതാവ് മർഹൂം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ ഈ മഹാന്മാരെല്ലാവരും ചേർന്ന് നടത്തുന്ന ഈ സ്ഥാപനത്തെയും ഈ മഹാന്മാരെയും ആക്ഷേപിക്കുന്നു. ഞങ്ങൾ അവിടെ കൃത്യമായി ഒരു ഉറുപ്പിക പോലും വ്യത്യാസമില്ലാതെ കണക്കുകൾ എഴുതി വെച്ച് വായിച്ച് മാസമോ 2 മാസമോ കൂടുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് കണക്കുകളൊക്കെ വായിച്ച് പാസാക്കി വളരെ കൃത്യമായി മാത്രമാണ് ആ സ്ഥാപനം നടത്തുന്നത്. ഈയിടെ കുറച്ച് കുട്ടികളെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിച്ചു. പുറത്തുനിന്ന് വരുന്ന കുട്ടികൾ. അപ്പോഴേക്കെല്ലാവരും കൂടി കൊട്ടി ഘോഷിച്ച് മനുഷ്യക്കടത്താണ്, അതാണ് ഇതാന്ന് പറഞ്ഞത് മർക്കത്തിലെ കുട്ടികളാണെന്ന് കരുതിയിട്ടായിരുന്നു. പക്ഷേ ആ കുട്ടികൾ മർക്കത്തിലെ കുട്ടികളായിരുന്നില്ല. അതേ സമയത്ത് കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ ഒരു 150 കുട്ടികളെ പോലീസുകാർ പിടിച്ചു. ഇവര് എവിടുന്നാ വരുന്നത് വെച്ചിട്ട് നോക്കിയിട്ട് അപ്പൊ പിടിച്ചപ്പോഴേക്ക് ബാക്കിയാത്ത സാലിഹാത്തര മുദരിസുമാരും അതുപോലെ അവിടെയുള്ള എല്ലാ ആളുകളും വലിയ വലിയ ആളുകളൊക്കെ എത്തി. നോക്കുമ്പോൾ കുട്ടികളുടെ എല്ലാം ഓരോ കുട്ടിയുടെയും കീശയിൽ അവരുടെ ഐഡന്റിറ്റി ഉണ്ട്, ശരിയായ രേഖപ്രകാരം വരുന്നവരാണ്. അങ്ങനെ കാട്ട്പാടി പോലീസ്